ആരാണ് ഒരു നല്ല അധ്യാപകൻ? ആരാണെന്നറിയാം ഒരു നല്ല അധ്യാപകൻ? ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നല്ല അധ്യാപകൻ അതിന് വേണ്ട ഒരു അടിസ്ഥാന ഗുണം എന്ന് പറഞ്ഞാൽ ക്ഷമ. അധ്യാപകൻ എന്തുണ്ടായിരിക്കണം? നല്ല ക്ഷമയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആർക്ക് കഴിയണം? ഒരു നല്ല അധ്യാപകൻ കഴിയണം കേട്ടോ. കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം. കുട്ടിയുടെ മനസ്സിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലുക? കുട്ടിയുടെ മനസ്സിലേക്ക് സ്നേഹം കൊണ്ട് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഒരു നല്ല അധ്യാപകൻ കേട്ടോ. കുട്ടികളെ അധ്യാപകർ തല്ലുന്നതിനോട് എന്തില്ല, ഞാൻ യോജിക്കുന്ന ഒരാളല്ല കേട്ടോ. ഉള്ളത് നിങ്ങളോട് പറയുകയാണ്, ഞാൻ അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിനോട് എന്തില്ല, എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കും, പണ്ട് കാലത്തുള്ള ടീച്ചർമാരും സാറന്മാരും ഒക്കെ കുട്ടികളെ നന്നായിട്ട് തല്ലിയിരുന്നില്ലേ? തല്ലിയിരുന്നു, ശരിയാണ്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താണ്, ഇത് പ്രാക്ടിക്കൽ അല്ല, അത് പോസിബിൾ അല്ല കേട്ടോ. അങ്ങനെ അധ്യാപകൻ കുട്ടിയെ തല്ലിയത് കൊണ്ട് കുട്ടി നന്നാവണമെന്നില്ല കേട്ടോ. കുട്ടിയുടെ മനസ്സിൽ നന്മ വിളയിക്കുവാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം. അതിന് എങ്ങനെ കഴിയൂ? കുട്ടിയോട് അധ്യാപകന്റെ പെരുമാറ്റ രീതികൾ എന്തായിരിക്കണം? വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റ രീതികളായിരിക്കണം. ആരുടേത്? അധ്യാപകരുടെ. അധ്യാപകർ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുക. മാത്രമല്ല, സ്കൂളെന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ശാരീരികവും കുട്ടിക്ക് മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ വിദ്യാലയങ്ങളിൽ പോകുന്ന സമയത്തിൻ്റെ കുട്ടി വളരുന്നത്, ശാരീരികമായിട്ട് വളരുന്നതും മാനസികമായിട്ട് വളരുന്നതും ഒക്കെ എവിടെ വെച്ചാൽ വിദ്യാലയങ്ങളിൽ വെച്ചാൽ. അപ്പം വിദ്യാലയങ്ങളിൽ അന്നും അധ്യാപകരിൽ നിന്നും അധ്യാപകരൊക്കെ കുട്ടികളെ നല്ലതുപോലെ തല്ലുന്നവരാണെന്നെങ്കിൽ കുട്ടിക്ക് അധ്യാപകരോട് ഉണ്ടാകുന്നതാണ് ഭയമാണ്. കുട്ടിക്ക് അധ്യാപകരോട് തോന്നുന്നത് ഭയമാണ്. എന്തല്ല, കുട്ടിക്ക് അധ്യാപകരോട് തോന്നുന്നത് സ്നേഹമല്ല, ഭയമുണ്ടാകും. പിന്നെ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മടി കാണിക്കും. മാത്രമല്ല, പഠനത്തോടും ആ വിഷയത്തോടു പോലും കേട്ടോ, നന്നായിട്ട് തല്ലുന്നൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തോടും കുട്ടി എന്ത് ചെയ്യും? ആ വെറുപ്പ് കാണിക്കും. ആ വിഷയത്തെ പോലും കുട്ടി വെറുക്കുമെന്ന്, ആ സബ്ജക്റ്റിനെ പോലും കുട്ടി വെറുക്കുമെന്നാണ്. അതുകൊണ്ട് അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിനോടൊന്നില്ല, എനിക്ക് യോജിപ്പില്ല. കുട്ടികളോട് വളരെ സ്നേഹമായിട്ട് വരുമ്പോൾ അധ്യാപകർ സ്നേഹമായിട്ട് പെരുമാറുക. അവരുടെ മനസ്സിലേക്ക് സ്നേഹത്തോടെ ഇറങ്ങിച്ചെല്ലുവാൻ അധ്യാപകർ കഴിയണം കേട്ടോ. കുട്ടികളെ വളരെ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുക കേട്ടോ. സ്നേഹത്തോടെ കുട്ടിയെ നല്ല ഉപദേശങ്ങൾ നൽകുവാൻ ആർക്ക് കഴിയണം? അധ്യാപകൻ കഴിയണം കേട്ടോ. അല്ലാതെ വലിയ ചൂരിൽ വാങ്ങിയിട്ട് അടിക്കുന്നതിനോട് എന്തില്ല, അധ്യാപകർ കുട്ടികളെ അടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും, പണ്ട് കാലത്തുള്ള ടീച്ചേഴ്സും സാറന്മാരും ഒക്കെ കുട്ടികളെ തല്ലിയിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തല്ലിയിരുന്നു. പക്ഷേ അതെന്തല്ല, അത് ഇനിയുള്ള കാലത്ത് എന്തല്ല, അത് പ്രാക്ടിക്കലല്ല കേട്ടോ. അങ്ങനെ തല്ലിയാൽ കുട്ടികൾ നന്നാവുമെന്ന് ഉറപ്പുവല്ലോ ഉണ്ടോ? ഇല്ല. കുട്ടികളെ സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം. അവിടെയാണ് ഒരു അധ്യാപകന്റെ കഴിവ് കേട്ടോ. അധ്യാപകൻ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറുക. കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ പെഞ്ചു മനസ്സിൽ എന്തുണ്ടാകുക? നന്മയുളവാക്കാൻ അധ്യാപകൻ കഴിയണം. അല്ല വലിയ ചൂരിലെടുത്ത് കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അധ്യാപകനോട് തോന്നുന്ന ഭയമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് പഠനത്തോട് വിമുഖതയുണ്ടാവും, സ്കൂളിനോട് വിമുഖതയുണ്ടാവും കേട്ടോ. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് കുട്ടിക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക, കുട്ടിയെ നന്മയുള്ളവരാക്കി മാറ്റുക. അതിന് മുഖ്യ പങ്ക് ആർക്കുണ്ട്? അധ്യാപകർക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് വീണ്ടും ചോദിക്കും, പണ്ട് കാലത്തുള്ള അധ്യാപകർ കുട്ടികളെ തല്ലിയിരുന്നില്ലേ? അയാൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ പോയിട്ടില്ലേ? അതൊക്കെ അന്നൊരു കാലം. ഇന്ന് കാലഘട്ടമൊക്കെ ഒരുപാട് മാറി, ജീവിത രീതികൾ മാറി, ജീവിതം മാറി, ലോകം മാറി. അപ്പം അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ജീവിതശൈലി ഇന്ന് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? ആ ജീവിതം താറുമാറായി പോകും കേട്ടോ. അതുകൊണ്ട് അധ്യാപകർ കുട്ടികളോട് എന്ത് ചെയ്യുക? വളരെ സ്നേഹത്തോടെ ഇടപഴകുക, അവർക്ക് സ്നേഹത്തോടെ നല്ല ഉപദേശങ്ങൾ നൽകുക, കുട്ടികളെ നന്മയുള്ളവരാക്കി മാറ്റുക.